വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ 1979-81 ഡിഗ്രി ക്ലാസ്സിൻ്റെ ഗെറ്റ് ടുഗദറാണ്. ഒരു ഫുൾ ഡേ ബോട്ടിലാണ് ഇവർ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചത്. അത് പറശ്ശിനിക്കടവ് മുത്തപ്പനെ തൊഴുത് അവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. കടവത്ത് ക്രൂസ് ആണ് ബോട്ടിൻ്റെ പേര്. കുഴപ്പമില്ലായിരുന്നു, നല്ല ബോട്ടായിരുന്നു. അതിൻ്റെ അപ്പർ പോർഷനിലാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിരുന്നത്. നല്ലൊരു ഹാളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം നന്നായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കൂടെ കാണിക്കാം, എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും ഇതുപോലെ ഗെറ്റ് ടുഗദർ വെക്കണമെങ്കിൽ അതൊരു ഇൻസ്പിറേഷൻ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. പറശ്ശിനിക്കടവ് മുത്തപ്പനെ വലം വെച്ച് ബോട്ട് പതുക്കെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര അടിപൊളി മൈൻഡാണ്, അടിപൊളി മൂഡിലാണ്. ആ 1979 ബോയ്സ് ആൻഡ് ഗേൾസ് അവരുടെ ഒപ്പം തന്നെ നമുക്ക് ചേരല്ലേ. അവരുടെ ആഘോഷത്തിൽ ആഹ്ലാദത്തിൽ നമുക്കും കൂടെ ചേർന്നങ്ങ് അടിച്ചു പൊളിക്കാം. നമ്മുടെ ഈ ഗ്യാതറിങ് ഒരു ചരിത്ര സംഭവമാണ്. കാരണം രാധാമണിയാണ് ഇതിന് സാധ്യതയിൽ ഇനിഷ്യേറ്റീവ് എടുത്തത്. 2021 ജൂലൈയിൽ 60ാമത്തെ വയസ്സിൽ കിട്ടിയത്. ഇപ്പൊ കറക്റ്റായിട്ട് വയസ്സ് പറയാല, ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും അവരുടെ വയസ്സ് നന്നായിട്ട് അറിയാലോ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുന്ന ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞാണ് 3 വർഷം. അപ്പൊ നമുക്ക് എല്ലാവരുമായിട്ടും ഭയങ്കര വൈകാരികമായ ഒരു ബന്ധമുണ്ട്. ഇപ്പം മനസ്സിന് പോവാത്ത, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കും. 1993 കല്യാണം കഴിഞ്ഞത്. 2 കുട്ടികളാണുള്ളത്. മൂത്തയാള് KFRI PG-യിൽ ഈ പറഞ്ഞ പോലെ 3 പേർ വഴിയെ ബാക്കിയുള്ളവർ പരിചയപ്പെട്ടതാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ മിക്കവാറും ആൾക്ക് എന്നെ അറിയായിരിക്കും. ഞാനും രമേശനെ പോലെ ഗ്രാമീണ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തത്. 2020 ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷം 2 വർഷം കേരള കോളേജിൽ പണിയെടുത്തു. അതിനുശേഷം ാണ് സത്യം അല്ലേ? ബുക്ക് എല്ലാം നുണകളാണ്. വഴിയുണ്ട് നുണകളെ. പിന്നെ നേരെ ബോംബെ തിരിഞ്ഞ് ബോംബെയിലായിരുന്നു. പിന്നെ 22 വരെ വേറെ. 1980 കോഴിക്കോട് പോയത് കുറെ ആൾക്കാർക്ക് എന്നെ പറ്റി അറിയില്ല. ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫൈനൽ ഡിഗ്രി കോഴിക്കോട് പഠിച്ചത്. എനിക്ക് 2 മക്കളാണ്. ഒരാൾ ബാംഗ്ലൂരുണ്ട്, ഒരാൾ മുംബൈയിലുണ്ട്. കഴിഞ്ഞ പിന്നെ ഞാൻ സ്റ്റാഫ് സെലക്ഷൻ്റെ പരീക്ഷ എഴുതിയിരുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലി കിട്ടി. AFHQ-ലായിരുന്നു 20 വരെ, 2020 വരെ. റിട്ടയർ ആയി 20 ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ തൃശ്ശൂർ. ഞാൻ പേഴ്സണലായിട്ട് എല്ലാവരും പരിചയപ്പെട്ടതാണ്. കൂടുതലായിട്ട് പറയാം, ഞാൻ താമസിക്കുന്നത് പാക്കഞ്ചേരി. വീട്ടിൽ ഹസ്ബൻഡും എൻ്റെ അമ്മയുണ്ട്. +2 ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. ഇത് വൈഫ് മായ. പിന്നെ എനിക്കൊരു മകനുണ്ട്, അവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ മോനും മോളും വീട്ടിലുണ്ട്. ഒരാളെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ്. അവർക്ക് 2 പേർക്ക് ഇന്ന് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. 2 പേരും IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അർജുൻ അശ്വതി വീട്ടിലുണ്ട്. പിന്നെ ഞാൻ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഞാനൊരു യൂട്യൂബറാണ്. അപ്പൊ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ടേസ്റ്റ് ഓഫ് തേക്കടി, എൻ്റെ വീട് തേക്കടിയാണ്. ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, അതും എല്ലാവരും പറ്റുന്നവർ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ജൂനിയേഴ്സ് ആയാലും അവരും എല്ലാം ചെയ്യുന്നതെന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, നല്ല സ്നേഹമേ ഉള്ളൂ. നമുക്ക് അത്ര ഓർമ്മയില്ല. ഈ 3 വർഷം നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞ് ആ കാലഘട്ടം വളരെ ഇല്ല, അത് കുഴപ്പമില്ല.
എൻ്റെ പേര് ബെറ്റി, എൻ്റെ ഹസ്ബൻഡ് ജോർജ്. ഞാൻ 2ാം പ്രാവശ്യമാണ് ഇങ്ങനെ ഗെറ്റ് ടുഗദറിന് വരുന്നത്. എല്ലാവരെയും ഒന്നുകൂടെ കാണാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷമുണ്ട്. ഉണ്ണികൃഷ്ണൻ, മോറായാണ് സ്വദേശം. എൻ്റെ സ്വന്തം ഭാര്യ കനകവല്ലി. എൻ്റെ പേര് നലജ, ഹൗസ് വൈഫാണ്. ജോലിക്കൊന്നും പോയി ശ്രമിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല. ഞാനിങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോഴിങ്ങനെ കേട്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ വരുന്നു അങ്ങനെ സ്വപ്നം കണ്ടതേ ഇല്ല. അവർക്ക് 2 കുട്ടികൾ. മാധവന് ചേർന്നു, ആദ്യമായിട്ട് ജോലി ചേർന്നു. 38 വർഷം മാധവന് ജോലി ചെയ്തു. അതിനുശേഷം ഇപ്പോഴും അഡ്വക്കേറ്റ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആലക്കോടാണ്. ഞങ്ങൾ ആലക്കോടുകാർ രണ്ടുപേര് മാത്രമല്ല, ഇനി വരാത്ത 4 പേര്. നമ്മളെല്ലാവരും വളരെ ഭാഗ്യവാന്മാരാണ്. എന്താ കാരണം നീണ്ട 40 വർഷത്തിന് ശേഷമാണ് നമ്മൾ കൂടിക്കാണാൻ ഇങ്ങനെ അവസരം കിട്ടുന്നത്. അതിന് മുന്നേ കണ്ടില്ലെങ്കിലും ഞാൻ ബികോം കോമേഴ്സ് ഗ്രൂപ്പ് അല്ലാതെ പഠിച്ച ഞങ്ങളൊരു ബാച്ച് വേറെ ഉണ്ടായിരുന്നു. അവരാണ് കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്നത്. മറ്റുള്ളവരെ പിന്നീട് ഇപ്പോഴേ കളക്ട് ചെയ്യുന്നത്. റസിയാമ്മ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസിയാമ്മ ടീച്ചറിനെ കാണുമെന്ന് പറഞ്ഞാൽ ആരും ആ നാട്ടിലോ സ്കൂളിലോ ആരും അങ്ങനെ ടീച്ചർ ഇവിടെ ഇല്ലെന്നേ പറയുള്ളൂ. കാരണം ആ നാട്ടിൽ ജനിച്ചു വളർന്നു, ആ നാട്ടിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു, റിട്ടയർ ചെയ്തു. ഒരു പെൺകുട്ടി, പിന്നെ 2ാമത്തെ അവൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു, ഡിസൈൻ എഞ്ചിനീയറായി. അവര് ഭാര്യയുടെ 2 പിള്ളേരും എൻ്റെ കൂട്ടത്തിലുണ്ട്. ഈ കാണുന്നത് വളപട്ടണം പുഴയിൽ നാഷണൽ ഹൈവേയുടെ ഭാഗമായുള്ള ഓവർബ്രിഡ്ജാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് ഭാഗം കൂടി ഇനി പണി തീരാനുള്ളൂ. റോഡ് പണിയൊന്നും ആയിട്ടില്ല, കുറച്ച് കാലങ്ങൾ എടുക്കുമായിരിക്കും, വർഷങ്ങൾ എടുക്കുമായിരിക്കും മൊത്തം പണി തീർന്നു വരുമ്പോഴേക്കും. വളപട്ടണം പുഴ നിങ്ങൾ കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ തടി വ്യവസായം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതാണ് വളപട്ടണത്ത്. അതുപോലെ തന്നെ ഓടി വ്യവസായം തഴച്ചു വളർന്ന ഒരു നാടായിരുന്നു വളപട്ടണം. അപ്പോൾ ആ വളപട്ടണം പുഴയിൽ കൂടിയാണ് ബോട്ട് സവാരി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളപട്ടണം ബോട്ട് ജെട്ടിയാണ്. അവിടെ കുറേ ആൾക്കാരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. നല്ല ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന് പറയാം വളപട്ടണം പുഴയിൽ കൂടെയുള്ള യാത്ര. എല്ലാവരും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് പോയതാണ് കേട്ടോ.
ഈ മുകളിൽ കാണുന്നത് ഇപ്പോഴുള്ള ഓവർബ്രിഡ്ജാണ്. അതിൻ്റെ അപ്പുറത്തൂടെ കാണുന്നത് റെയിൽവേയുടെ ഓവർബ്രിഡ്ജാണ്. नीले गगन के तले धरती का प्यार तले नीले गगन के तले धरती का प्यार भले ऐसे ही जग में आती है सुबह ऐसे ही शाम ढले नीले गगन के तले धरती का प्यार भले सबनों के मोती दोनों में बिखरे दोनों की आस भले बलकाठी बेले मस्ती में खेले मदियों से मिलके गले കണ്ണന്റെ കരളിനെ കവർന്നരാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതലേ നീ എന്നിൽ കൽഹാരഹാരവുമായി അനുരാഗ പൗർണമിയേ നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ നാദന്റെ കർപ്പൂരദീപത്തിൻ കാന്തിയിൽ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പീലി തന്നു എന്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു ആത്മശിഖരത്തിലൊരു കൂടു തന്നു ഒരു കുഞ്ഞു പൂവിലും തലക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ ജീവനൊഴുകുമ്പോഴൊരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങു വേറെ കനവിന്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമെങ്ങു വേറെ
എന്നെ വല്ലാതെ പ്രയാസപ്പെടുന്നത് നിങ്ങൾക്കൊരു അല്പം സംഗതികളെ കൊല്ലുന്നതാണ്. ചിന്മയ കോളേജിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞിറങ്ങിയോ ഏറെക്കാലം വാൽമീകത്തിൽ ഒളിച്ചിരുന്നേ. ചിന്മയ കോളേജിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞിറങ്ങിയോ ഏറെക്കാലം വാൽമീകത്തിൽ ഒളിച്ചിരുന്നേ. 4 പതിറ്റാണ്ടു കഴിഞ്ഞൊരു ദിനം സുഹൃത്തായ മാധവിയെ രാധാമ വിളിച്ചുപോലും. 4 പതിറ്റാണ്ടു കഴിഞ്ഞൊരു ദിനം സുഹൃത്തായ മാധവിയെ രാധാമണി വിളിച്ചുപോലും. നമുക്കെല്ലാവർക്കും ചേർന്ന് സഹപാഠികളെ വേളെ തൊഴുതുകൂടാൻ ഒരു ശ്രമം നടത്തിക്കൂടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് സഹപാഠികളെ വേളെ ഒത്തുകൂടാൻ ഒരു ശ്രമം നടത്തിക്കൂടെ. പെണ്ണൊരും പെട്ടാലെന്നുള്ള പഴമൊഴി പോലെ തന്നെ ശ്രമിച്ചു കാര്യം വിജയിപ്പിച്ചേ. പെണ്ണൊരും പെട്ടാലെന്നുള്ള പഴമൊഴി പോലെ തന്നെ ശ്രമിച്ചു കാര്യം വിജയിപ്പിച്ചേ. സഹപാഠികളെ എല്ലാം നിരന്തരം ബന്ധപ്പെട്ടു. ബന്ധപ്പെടാതെ നമ്മൾ ഒത്തുകൂടിയേ. ജനാർദ്ദനൻ ഗോപകുമാർ, ബക്കടത്ത് രമേശനും, കെ.വി. തോമസ്, ജനാർദ്ദനും, സുരേഷ് കെയും, പവിത്രനും രമേശനും, മോഹനനും മറ്റുള്ളവരും പിന്നെ ഇതാ നമ്മളെല്ലാരും കൂടി. മാധവിയും വ്യക്തിയും ഭർത്താവിനോടൊപ്പം ചേർന്നു പങ്കെടുക്കാൻ പറ്റിയതും മഹാസൗഭാഗ്യം. മാധവിയും വ്യക്തിയും ഭർത്താവിനോടൊപ്പം ചേർന്ന് പങ്കെടുക്കാൻ പറ്റിയതും മഹാസൗഭാഗ്യം. മുത്തപ്പന്റെ സന്നിധിയിൽ നിന്നും തുടങ്ങുന്നു നമ്മൾ, ഒത്തുകൂടുന്നു നമ്മൾ വോട്ടിങ്ങിനായി. ജാതിമത ഭേദമന്യേ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ശ്രീമുത്തപ്പനെ വണങ്ങി തുടങ്ങി യാത്ര. പൊതുജീവിതാങ്കണത്തിൽ ഉല്ലസിച്ചു കഴിയുന്ന കാലം വന്നെത്തി, കൂട്ടുകാരൊപ്പം കൂടി നാം. പൊതുജീവിതാങ്കണത്തിൽ ഉല്ലസിച്ചു കഴിയുന്ന കാലം വന്നെത്തി നമ്മൾ കൂട്ടുകാരോടൊപ്പം കൂടി പ്രായമൊക്കെ മറന്നുകൊണ്ട് ഉല്ലാസത്തോടെ സംയോജിച്ചു കൂട്ടുകൂടിയിടാൻ. ഇനി അങ്ങോട്ടുള്ള കാലം അടിച്ചു പൊളിച്ചു പോകാൻ അനുഗ്രഹം ചൊരിയട്ടെ ജഗദീശ്വരൻ. ഇനി അങ്ങോട്ടുള്ള കാലം അടിച്ചു പൊളിച്ചു പോകാൻ അനുഗ്രഹം ചൊരിയട്ടെ ജഗദീശ്വരൻ. ബോറടിപ്പിക്കല.
നിർബന്ധിക്കുന്നുണ്ട്. എത്ര ആത്മാവിന് ഞാൻ സമാധാനം പറയേണ്ടി വരും. ഈ വോട്ട് വാങ്ങാൻ പോവാ. ഞാൻ പാടിക്കഴിഞ്ഞാൽ ഞാൻ പഴയ ഓർമ്മ പറയും. ഞങ്ങള് ഏത് ക്ലാസ്സാണ്, കുറച്ച് ക്ലാസ്സിലായിരിക്കല്ലേ, അതായത് രാമമാഷ ക്ലാസ്സാണെന്ന് എനിക്കറിയില്ല. ഒരാൾ ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിൽ ഭയങ്കര ബിസി ആയിട്ട് നോട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. സീരിയസ് ആണല്ലോ. ക്ലാസ് കഴിഞ്ഞ് സാറങ്ങ് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം എന്റെ അടുത്ത് ക്ലാസ് സ്കെച്ച് കുറെ കാലം അത്യാവശ്യം വരക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് 4 ചോദ്യങ്ങൾ. ആ 4 ചോദ്യത്തിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം വരണം. വിമാനത്തിന്റെ എഞ്ചിൻ, നമ്മളെ വിമാനത്തിന്റെ ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണ്? ആ, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം അത് വളരെ കാര്യം. എല്ലാവരും പറയുന്ന കാര്യമാണ്. അല്ല, പെട്രോൾ ഡീസൽ അല്ല, ഏവിയേഷൻ സ്പിരിറ്റ് അല്ല, ഏവിയേഷൻ ഫ്യൂവൽ. ഞാൻ ഉത്തരം കൃത്യമായിട്ട് മണ്ണെണ്ണ. അപ്പൊ ഞാൻ മണ്ണെണ്ണ പറഞ്ഞു, പറയാത്തെന്താ? മണ്ണെണ്ണയാണ് ഉപയോഗിക്കുന്നത്. മണ്ണെണ്ണ നമ്മളെ വീട്ടിലൊക്കെ തരുന്ന മണ്ണെണ്ണേനേക്കാളും കൂടുതൽ കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്തിട്ടാണ് തരുന്നത്. ആ, അതാണ് ഏവിയേഷൻ സ്പിരിറ്റ്. അതെ ചോദിച്ചോ. പിന്നെ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ആരാണ്? ഉപയോഗിക്കുന്ന പിന്നെ ഇലക്ട്രിസിറ്റി അത് കണ്ടുപിടിച്ച ആരാണെന്നാണ് എന്റെ ചോദ്യം. ആരെങ്കിലും അയാൾക്ക് ഭയങ്കര ബുദ്ധിയല്ലേ? ആരെയും അറിയോ? ഇല്ല. നിക്കോളസ് ടെസ്ല എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളാണ് പിന്നെ എഡിസൺ കണ്ടുപിടിച്ചത് ഈ DC കറണ്ടായിരുന്നു. വെറുതെ ഞാൻ നിങ്ങളെ തമാശയൊക്കെ കണ്ടിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. നാലാമത്തെ ചോദ്യമില്ല, നാലാമത്തെ അടുത്ത ഭ്രാന്താണ്. അത് ചോദ്യമില്ല, എനിക്ക് പോടാന്ന് നമ്മളെ വീട്ടിനടുത്ത് ഒരു മണിയനുണ്ട്. ഇയാള് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോ പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് അപ്പൊ ഇയാൾക്കൊരു പ്ലാസ്റ്റിക് സഞ്ചി, അതിൻ്റെ അകത്തൊരു മണി ബാഗ്. അങ്ങനെ ഒരു 6 മണിയാകുമ്പോൾ ഇയാൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇയാളെ പാമ്പ് കടിച്ചിട്ട് ഇയാള് നേരത്തെ ആ പാമ്പിനെടുത്തിട്ട് മണി ബാഗിലിട്ടു. എന്നിട്ട് നേരെ അന്ന് പാപ്പനശ്ശേരി വിഷയത്തിന്റെ സ്ഥലമുണ്ട്, നേരെ ആട്ടിലേക്ക് പോയി. അവിടെ പോയി ഇയാള് നോക്കി ഡോക്ടർക്ക് പറഞ്ഞു ഇങ്ങനെയാണ് പാമ്പ് കടിച്ചത്. ഇന്നാണ് എനിക്ക് പ്രശ്നം വന്നത്. അപ്പൊ പറഞ്ഞ ഒരു കാര്യം, ഈ പാമ്പിനെ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ പാമ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ബസ്സിൽ വെച്ചിട്ട് ഈ പാമ്പിനെ പോക്കറ്റ് കൂടി ആ മണി ബാഗ് അടക്കം കട്ടുകൊണ്ട് പോയി. ഇയാള് പറഞ്ഞു ഞാൻ എന്റെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല, എന്താ ചെയ്യുന്നതാണ്. ഒരു 5 മിനിറ്റ് കഴിയട്ടെ, കൈക്ക് ഒരു പാമ്പ് വെച്ചിട്ട് ഒരാൾ വരുന്നുണ്ട്. എടുത്തോണ്ട്
ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മായനെ വിളിക്കുന്നത്. നമ്മുടെ ഗസ്റ്റുകളെയാണ് വിളിക്കുന്നത്. അന്നജാകുമാരി ടീച്ചർ വാ. ഓക്കെ, അടുത്തതിന് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ രാധ ടീച്ചറെ വിളിക്കുന്നു. സുരേഷ്, ആയിക്കോട്ടെ. ഓക്കെ. പിന്നെ ഒരാളുണ്ട്. രമണി ഇല്ല, ലാസ്റ്റ് വെച്ചിരിക്കല്ലേ. എന്റെ ഭാര്യ അവിടെ ഉണ്ട്. കാണുന്നില്ല. ഇനി തങ്കമ്മാവാ. ഓക്കെ, ഒരു കാര്യം ചെയ്യും. തങ്കമ്മ കനവല ടീച്ചർ കൊടുത്ത് എല്ലാം കൊടുത്ത് എല്ലാവരുടെ പാർട്ടിസിപ്പേഷൻ എല്ലാവർക്കും നന്ദി. വളരെ കൃത്യമായ യാത്രയ്ക്ക് പുഷ്പപാദുകം പുറത്തു വെച്ചു നീ നഗ്നപാതയായകത്തു വരൂ. കോലായി പൂവേരി പുൽപ്പായി മാസചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഡിഗ്രി കുട്ടികൾ അടിച്ചു പൊളിച്ച് തിരിച്ച് പറശ്ശിനിക്കടവിൽ തന്നെ എത്തിയിരിക്കുകയാണ്. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു. ഞങ്ങളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവർക്കിനി ഇതുപോലെ ഒരുപാട് ഗെറ്റ് ടുഗദറുകൾ നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ നിങ്ങളുടെ വീഡിയോസ് പലവട്ടം അപ്ലോഡ് ചെയ്തു. എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഓരോ പാട്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടും വീണ്ടും കോപ്പിറൈറ്റ് വന്നുകൊണ്ട് ഇതിലെ പാട്ടുകൾ കുറേ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു. ഫുൾ പാട്ടുകൾ ഉൾപ്പെടുത്താൻ പറ്റാതെ വന്നു. എല്ലാത്തിനും ഞാൻ സോറി പറയുകയാണ്. എല്ലാവരും ക്ഷമിക്കുക. വേറെ ഒന്നും പറയാൻ കഴിയുന്നില്ല എനിക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സപ്പോർട്ട് എല്ലാം ഉണ്ടാവണം. താങ്ക് യു ഫോർ വാച്ചിങ്.